സ്വാഭാവികമായിട്ടും നമുക്കറിയാം, അദാനിയുമായി കരാറുണ്ടാക്കിയത് ഇടതുപക്ഷമല്ല, CPIM അല്ല, ഇടതുപക്ഷം ജനാധിപത്യ മുന്നണിയുമല്ല. കരാറുണ്ടാക്കിയത് ഉമ്മൻചാണ്ടിയും UDFുമാണ്. ആ UDFും അതിന് നേതൃത്വം കൊടുത്ത അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും ഉണ്ടാക്കിയ കരാർ അന്നേ വിമർശനത്തിന് വിധേയമായതാണ്. കാരണം അതിൻ്റെ ലാഭവിഹിതങ്ങളിലേക്ക് കടക്കാൻ 35 വരെ കാത്തിരിക്കേണ്ടുന്ന ഒരു കരാർ, അതും ഇവിടെ യഥാർത്ഥത്തിൽ പൊതുമേഖലാ സ്ഥാപനം ഉൾപ്പെടെയുള്ള കൺസോർഷ്യത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം അദാനിക്ക് ഒരു കുത്തക മുതലാളിക്ക് നൽകിയതുമായി ബന്ധപ്പെട്ട പരാതി അന്ന് CPIM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ടേക്ക് വെച്ചതാണ്. പക്ഷേ അന്ന് വളരെ വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി കാഴ്ചപ്പാട് വേറൊന്നുമല്ല, സ്വകാര്യവൽക്കരണം തന്നെ. ആ സ്വകാര്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ തുറമുഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഷെയർ എങ്ങനെയെന്നുള്ളതിനെപ്പറ്റി കരാറുണ്ടാക്കിയത്. അപ്പോൾ അന്ന് പറഞ്ഞ 25% കൂടുതൽ ഷെയർ കൈമാറ്റം ചെയ്യുമ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അംഗീകാരത്തോടുകൂടി മാത്രമേ സാധിക്കുള്ളൂ എന്ന് കരാർ രേഖപ്പെടുത്തുകയും, കരാർ ലംഘിച്ചാൽ അവരുമായിട്ടുള്ള എല്ലാ അർത്ഥത്തിലുള്ള കരാറും പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റിന് അവകാശമുണ്ട്, അതോറിറ്റിക്ക് അവകാശമുണ്ട്. അതോറിറ്റി എന്ന് പറഞ്ഞാൽ സംസ്ഥാന ഗവൺമെൻറ്റാണ്. ഇതായിരുന്നു കരാറിൻ്റെ ഭാഗമായിട്ട് ചൂണ്ടിക്കാണിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായ നിയമപരമായ കരാറടിസ്ഥാനത്തിലുള്ള വിഷയം നമ്മുടെ മുമ്പിലിരിക്കുമ്പോൾ മുഖ്യമന്ത്രി ഇപ്പോഴും ഇതിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ഒരു നിലപാട് സ്വീകരിക്കാൻ തയ്യാറില്ല. അതാണ് കൺഫ്യൂഷൻ്റെ പ്രശ്നം. വേറെ കൺഫ്യൂഷൻ എന്താ? ഉറപ്പിച്ച് പറയണം, അദാനിക്ക് 25%-ലധികം ഷെയർ വിൽക്കാൻ ഈ കരാറനുസരിച്ച് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പിന്തുണയില്ലാതെ, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അംഗീകാരമില്ലാതെ സാധിക്കുന്നതല്ല. അതുകൊണ്ട് ഈ കരാർ അംഗീകരിക്കാൻ പറ്റില്ല. എന്താ പറയാത്തത്? 13,000 കോടി ഉറുപ്പികയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 2,497 കോടി ഉറുപ്പിക ചിലവാക്കിയിട്ട് അതിൻ്റെ 49% എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം 13,000 നിശ്ചയിച്ചിരിക്കുകയാണ്. 13,000 കോടി. അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ഡീലാണ് മുഖ്യമന്ത്രിയുമായിട്ട്, അദാനിയുമായിട്ട്, MSC കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അല്ലെങ്കിൽ ഇത് റദ്ദാക്കണം എന്ന് തന്നെയാണ് ഹൈക്കമാൻഡിൻ്റെ പൊതുവായ നിലപാട്. ഞാൻ ഇന്നലെ ഒരു വ്യക്തതയോടുകൂടി ചോദിച്ചത്, പറയട്ടെ രാഹുൽ ഗാന്ധി, ഇത് ഞങ്ങളുണ്ടാക്കിയ ഡീലാണെന്ന് പറഞ്ഞത് അല്ല എന്ന് പറഞ്ഞതിന് ശേഷം ഇപ്പോൾ അദാനിയുമായിട്ടുണ്ടാക്കിയിട്ടുള്ള മുഖ്യമന്ത്രിയുടെ ഡീലിനെ സംബന്ധിച്ച് കൃത്യമായ വ്യക്തതയോടുകൂടി പറയേണ്ടത് രാഹുൽ ഗാന്ധിയാണ്. കോൺഗ്രസിൻ്റെ വർക്കിംഗ് ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള നമ്മുടെ നാട്ടുകാരൻ KC വേണുഗോപാലൻ പറഞ്ഞത്, അദാനിക്ക് BJP ഗവൺമെൻറ്റിൻ്റെ കാലത്ത് BJP സംസ്ഥാന ഗവൺമെൻറ്റുകൾ എല്ലാ ആനുകൂല്യങ്ങളും നൽകിയതുപോലെ കേരളത്തിൽ അത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിക്കാനാവുന്നതല്ല എന്ന് പറഞ്ഞു വെച്ചതിൻ്റെ അർത്ഥം, രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞത് ഞങ്ങളുടെ പ്രകടന പത്രിക UDF നടപ്പിലാക്കുകയാണ്, അങ്ങനെ നടപ്പിലാക്കിക്കൂടാ എന്നാണ് KC വേണുഗോപാലൻ പറഞ്ഞതിൻ്റെ അർത്ഥം. എന്നിട്ടും ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് അതിൻ്റെ ഭാഗമായിട്ട് ഒരു മാറ്റവും വരുത്താൻ തയ്യാറില്ലാതെ, ഒരു പ്രതിഷേധം പോലും പറയാൻ ധൈര്യമില്ലാതെ കാര്യങ്ങൾ നീക്കി മുന്നോട്ടേക്ക് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. ഇതിനെതിരായി കേരളത്തിലെ ജനങ്ങൾ, അവിടെ എല്ലാ കപ്പലുകൾക്കും വരാനും എല്ലാ കപ്പലുകൾക്കും ചരക്ക് ഇറക്കാനും കൊണ്ടുപോകാനും ഒക്കെ സാധിക്കുന്ന ഒരു മൾട്ടി സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് പോകണമെന്നാണ് പൊതുവേ തീരുമാനിച്ചത്. അതിൻ്റെ രാജ്യരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യവും വളരെ പ്രധാനപ്പെട്ടതാണ്. വിഴിഞ്ഞത്തിൻ്റെ ലോകത്ത് തന്നെ ശ്രദ്ധേയമായ ഒരു എയർപോർട്ടായി, ഈ സീപോർട്ടായിട്ട് നിൽക്കുന്നത് ഈ എല്ലാ പശ്ചാത്തലവും കൊണ്ടാണ്. ഏറ്റവും ആഴമുള്ള ഒരു പോർട്ടാണ്. അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ട് കേരളത്തിൻ്റെ സമ്പത്ത് സ്വകാര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി ഈ പറയുന്ന ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കപ്പൽ ഭീമന്മാർക്ക് പൂർണ്ണമായിട്ടും കീഴടക്കാൻ, അതിൻ്റെ ബഹുസുരത, അതിൻ്റെ വളർച്ച പൂർണ്ണമായിട്ട് ഇല്ലായ്മ ചെയ്യാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ശ്രമത്തെയും കേരളം അംഗീകരിക്കില്ല. കേരളത്തിലെ കോൺഗ്രസ്സുകാർ ഉൾപ്പെടെയുള്ള സാധാരണ ജനങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല. ഇതിൻ്റെ ലാഭം ഉണ്ടാകുന്നത് ഒരേ ഒരു വിഭാഗത്തിനാണ്, കുത്തകകൾക്കാണ്. അതിൻ്റെ ഒപ്പം ലഭിക്കുന്ന ആനുകൂല്യം മുഖ്യമന്ത്രി PD സതീശൻ ഉൾപ്പെടെയുള്ളവർക്കാണ്. ഇതാണ് വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട വളരെ ഗൗരവമുള്ള പ്രശ്നം. ഈ പ്രശ്നം വളരെ ശക്തിയായ രീതിയിൽ കേരളത്തിൽ ഉയർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ വിഴിഞ്ഞത്ത് ഞാൻ കൂടി പങ്കെടുത്ത വലിയൊരു പ്രതിഷേധം
അവിടെ സംഘടിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. ജനങ്ങളാകെ പങ്കെടുക്കുന്ന പ്രതിഷേധമാണ് നടന്നിട്ടുള്ളത്. ഇനിയും ശക്തിയായ രീതിയിലുള്ള പ്രതിഷേധം തിരുവനന്തപുരം മാത്രമല്ല കേരളത്തിലുടനീളം ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. ആ രീതിയിലുള്ള സമരങ്ങളും പ്രക്ഷോഭങ്ങളും CPM എന്ന രീതിയിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന രീതിയിലും പൊതുവേ വർഗ്ഗഭോജന പ്രസ്ഥാനങ്ങളൊക്കെ നടത്തുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവായി പിണറായി വിജയൻ തന്നെ അവസാനിപ്പിച്ചതാണ് ഉപനേതാവ് സംബന്ധിച്ച് ഇനി ചർച്ചയൊന്നുമില്ല എന്ന്. പക്ഷേ ഇന്ന് CPI വളരെ ശക്തമായ നിലപാടുമായി വീണ്ടും രംഗത്ത് വന്നിട്ടുണ്ട്. ആരും അംഗീകരിക്കാൻ കഴിയില്ല, ചർച്ച ചെയ്യണം, ഞങ്ങൾക്ക് ഉപനേതാവ് വേണമെന്ന്. അങ്ങനെ ചർച്ച ചെയ്ത് ആവശ്യമായ നിലപാട് സ്വീകരിക്കാം. ചർച്ച ചെയ്യുന്നതിൽ എന്താ ഇവിടെ കുഴപ്പമുള്ളത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന രീതിയിൽ ഞങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നവരും തമ്മിൽ സൗഹൃദപരമായ ചർച്ചയും അതിനടിസ്ഥാനപ്പെടുത്തിയ നിലപാടും സ്വീകരിക്കുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു തർക്കമില്ല. ഞങ്ങൾ പൊതുവേ അംഗീകരിച്ച ഒരു സമീപനം കഴിഞ്ഞ കാലങ്ങളിലെല്ലാം പ്രതിപക്ഷ നേതാവായി CPIM ആണ് ഉണ്ടായിരുന്നത്, പ്രതിപക്ഷ ഉപനേതാവായിട്ടും CPIM തന്നെയാണ് ഉണ്ടായിരുന്നത്. ആ കാര്യം ഞാൻ നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചതാണ്. അത് സംബന്ധിച്ചാണ് പിണറായി പറഞ്ഞിട്ടുള്ളത്. അത് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനും പരിഹരിക്കാനും സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അല്ല, അത് ചർച്ച ചെയ്താലല്ലേ ബോധ്യമാവുള്ളൂ. ചർച്ച ചെയ്യണം, അത് മതി, അത്രയും പറഞ്ഞാൽ മതിയായി. പക്ഷേ മറ്റൊരു വിഷയം, ജയരാജൻ ഇന്നൊരു പ്രാദേശിക ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ പാളിച്ചകളുണ്ടായി. പ്രത്യേകിച്ച് പയ്യന്നൂരിൽ മറ്റൊരു സ്ഥാനാർത്ഥി നിർത്തിയതെങ്കിൽ ഉറപ്പായിട്ടും ജയിക്കുമെന്നാണ്. ഒരു വൈകിയുള്ളൊരു തെറ്റ് ഏറ്റു പറയുന്ന പോലെയാണ് അദ്ദേഹം. ഇതെല്ലാം ഞങ്ങളിതെല്ലാം സ്വയം വിമർശനപരമായിട്ട് കണ്ടത് തന്നെയാണ്. അപ്പോൾ ഓരോരുത്തരും അവിടെയും ഇവിടെയെല്ലാം ഓരോ ചാനലിലായിട്ട് സംസാരിക്കുന്നതിന് മറുപടി പറയേണ്ട യാതൊരു കാര്യമില്ല. അത് ഞാനതാ പറഞ്ഞത്, ഞങ്ങളിത് പറഞ്ഞാണ് ഇതല്ലെന്നും. പിന്നെ ആദ്യം പറഞ്ഞിരുന്നത് പിന്നെ വേറെ പ്രശ്നം. ആ പാർട്ടി നേതാക്കൾ പറയുന്നത് പാർട്ടി നേതാവിൻ്റെ ഭാഗമായിട്ട് പറയുന്നതല്ല അത്. ഞങ്ങൾ കേക്ക് വെറുതെ ആവശ്യം, നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ സാധനമെല്ലാം ഇല്ലേ, പിന്നെ ഞാൻ വെറുതെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. മതി, എത്രയും മതി. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, TK ഗോവിന്ദനെയും അതുപോലെ V കുഞ്ഞികൃഷ്ണനെയും തിരിച്ചെടുക്കാം, തെറ്റ് തിരുത്തിയാൽ ഈ ഭൂമുഖത്ത് ആരെയും തിരിച്ചെടുക്കുമല്ലോ. അതിനെന്താ സംശയമുള്ളത്? എന്ത് തെറ്റാ ചെയ്തതെന്ന് അദ്ദേഹം ചോദിക്കുന്നു. പാർട്ടിയെ വഞ്ചിച്ചു, വർഗ്ഗവഞ്ചനയാണ്, ചതിയാണ്. അത് കൃത്യമായിട്ട് പാർട്ടി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആ നിലപാടാണ് അവരെടുത്തിട്ടുള്ളത്. അത് സുധാകരനായാലും ഈ പറയുന്ന TK ഗോവിന്ദനായാലും അതുപോലെ കുഞ്ഞികൃഷ്ണനായാലും ഇവരെല്ലാം എടുത്ത നിലപാട് പാർട്ടിയെ വഞ്ചിച്ചുകൊണ്ട് പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന പ്രധാനപ്പെട്ട നേതൃനിലയിലുണ്ടായിരുന്നവരുൾപ്പെടെ വഞ്ചിച്ച് ചതിച്ചു പോകുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. ആ നിലപാട് അതിശക്തിയായ രീതിയിൽ വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഇനിയും ആ വിമർശനം ശക്തിയായി തുടരും. ആ ശക്തിയായി തുടരുന്ന ഒപ്പം തന്നെ സ്വാഭാവികമായിട്ടും ഒരു പൊതു നിയമം, എല്ലാവർക്കും ബാധകമായിട്ടുള്ള, ലോകത്തെ എല്ലാവർക്കും ബാധകമായിട്ടൊരു നിയമം തിരുത്തിയാൽ എല്ലാവർക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട് തിരിച്ചു വരാം. രണ്ട് ചോദിച്ചു. പാർട്ടിയുടെ സ്വയം വിമർശനപരമായി തന്നെ പറഞ്ഞു പയ്യന്നൂരിന്റെ സ്ഥാനാർത്ഥിത്വം തെറ്റുപറ്റി. അപ്പോൾ തെറ്റ് പറ്റിയത് പാർട്ടിക്കാണ്. എങ്ങനെയാണ് കുഞ്ഞകൃഷ്ണൻ പോലുള്ള ആളുകൾ ഇനി തെറ്റിതിരുത്തണമെന്ന് പാർട്ടി ആവശ്യപ്പെടുന്നത്? അല്ല, തെറ്റിതിരുത്തി അതിൻ്റെ ഒരു ഭാഗം അതും ഇതും തമ്മിൽ കൂട്ടിക്കൊടുക്കണ്ട. കുഞ്ഞകൃഷ്ണൻ മത്സരിച്ചു എന്ന് പറയുന്നത് UDFൻ്റെ ഭാഗമായിട്ടാണ്. TK ഗോവിന്ദൻ മത്സരിച്ചു എന്ന് പറയുന്നത് UDFൻ്റെ ഭാഗമായിട്ടാണ്. രണ്ടാളും UDF ആയിട്ട് മാറിയിരിക്കുകയാണ്. സുധാകരനും UDF ആയിട്ട് മാറിയിരിക്കുകയാണ്. ആ കാര്യം കൃത്യമായിട്ട് പാർട്ടി വ്യക്തമാക്കിയിട്ടുണ്ട്. ഞങ്ങൾ റിവ്യൂ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞ കാര്യം ഞാൻ തന്നെ പത്രസമ്മേളനം വിളിച്ചിട്ട് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഓരോരുത്തരും അവിടെയും ഇവിടെയൊക്കെ ഓരോ ചാനലിലും അതുപോലെ തന്നെ പത്രത്തിലൊക്കെ പറയുന്നതിന് ഓരോന്നിനെയും എടുത്ത് ഇങ്ങനെ ചർച്ച ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. അതൊക്കെ ഞങ്ങൾ പറഞ്ഞു വെച്ചതാണ്. അവിടെയാണ് ഞങ്ങൾ റിവ്യൂ അവസാനിക്കുന്നത്. പരീക്ഷയായിട്ട് ബന്ധപ്പെട്ട് PSC പരീക്ഷയുമായി ബന്ധപ്പെട്ടല്ല, ഒരു വാല്യുവേഷനുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് വന്നത് പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കണം അവർ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ആവശ്യമായ പരിശോധന നടത്തി തന്നെ പോകണം. അസംബന്ധം പറയുകയാണ്.